മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എല്ലാ മക്കളും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ലേ? എന്റെ മക്കൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. പരീക്ഷയൊക്കെ ആണ്, പക്ഷെ ഈ പരീക്ഷാകാലമൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കണം. എങ്കിലാണ് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലെ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞങ്ങളില്ലേ ഓരോരോ മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ അല്ലേ? ചില ചോദ്യങ്ങളുമായിട്ട് വന്നിട്ട് ഇത് ഇങ്ങനെയാണേ മക്കളെ ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പരീക്ഷ ഏതും ആയിക്കോട്ടെ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് തകർത്തങ്ങ് ഉത്തരം എഴുതാം അല്ലെ? ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടീച്ചറിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. മാത്രല്ല ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. എല്ലാവരും ഫോർ മോർ നോട്ട് അല്ലെ ഫ്രീ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവും. പിന്നെ ലൈവ് ഒക്കെ നടക്കുന്ന സമയമൊന്നും നിങ്ങൾ എവിടെയും തേടി പോകണ്ട, കറക്റ്റ് അതിൽ മെസ്സേജ് വന്നോളൂ കേട്ടോ. അപ്പൊ ടീച്ചർ ഇന്ന് ഒരു മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ ഈ ഒരു ചോദ്യം, ലഘു കുറിപ്പ് തയ്യാറാക്കാം എന്ന് പറയുന്ന ഒരു ചോദ്യം എപ്പോഴും കാണാറുള്ളതാണ്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. അപ്പോൾ മുൻവർഷ ചോദ്യ മാതൃകകൾ നമ്മൾ കാണാതെ പരീക്ഷയ്ക്ക് പോകരുത് കേട്ടോ. അപ്പൊ ടീച്ചറെ പറയട്ടെ, എന്താണെന്നറിയോ? ലഘു കുറിപ്പ് തയ്യാറാക്കുക. പ്രവർത്തനാണ് ലഘു കുറിപ്പ് തയ്യാറാക്കുക. ചെറിയൊരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കണം. 5 മാർക്കിന്റെ 4 മാർക്കിനോ അല്ലെ 5 മാർക്കിനോ ഉള്ള പ്രവർത്തനമായിരിക്കും. 4 മാർക്കിനാണെങ്കിൽ 1 മാർക്കിന് ഒരു ബി പാർട്ട് ചോദ്യം ഉണ്ടാവും. ഇത് എ പാർട്ട് ആണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഒറ്റ മാർക്കിന്റെ ബി പാർട്ട് ചോദ്യം ഉണ്ടാവും. അങ്ങനെ ശരിക്കും 4ഉം 1ഉം 5 അങ്ങനെയായിട്ടോ അതിന് ഫുൾ എ ഗ്രേഡ് കിട്ടുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്: വായനാ ദിനത്തോടനുബന്ധിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിലും നടന്നിട്ടുണ്ടാവുമല്ലോ. നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നടന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും നമ്മുടെ സ്കൂളില്, നിങ്ങളുടെ സ്കൂളിൽ നടന്ന വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബഷീർ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസവുമായിട്ട് ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇത് വായനാ ദിനം എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ്, ഒരു മുൻവർഷ ചോദ്യമാണ് കേട്ടോ. ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്ന്. അത് നമ്മൾ എങ്ങനെ എഴുതണം? ഇത് ഞാൻ ഖണ്ഡികയാക്കിയില്ല, ചെറിയൊരു കുറിപ്പായതുകൊണ്ട് ഖണ്ഡിക രണ്ടാക്കിയാൽ നല്ലതാണ്, പക്ഷെ ഇതിൽ അങ്ങനെ എഴുതിയിട്ടില്ല. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് എന്റെ സ്കൂളിൽ നടന്ന വ്യത്യസ്തമായ ഒരു പരിപാടിയായിരുന്നു എന്റെ എഴുത്തുകാരൻ എന്നത്. ഓരോ കുട്ടിയും അവർക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെ കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ 5 പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതാണ് എന്റെ എഴുത്തുകാരൻ എന്ന പരിപാടി. എന്റെ എഴുത്തുകാരൻ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഈ പ്രവർത്തനം കേട്ടോ. ആ പരിപാടിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഞാൻ എഴുത്തുകാരനായി കണ്ടിരുന്നത്. അതായത് എന്റെ എഴുത്തുകാരൻ, ഓരോ കുട്ടിയും എന്റെ എഴുത്തുകാരൻ എന്നുള്ളത് ഒരാളെ പറ്റി തയ്യാറാക്കാനാണ് പറയുന്നത്. ബഷീറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പലരോടും ചോദിച്ചറിഞ്ഞും വായിച്ചും മനസ്സിലാക്കി. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നീ കഥകളെ കുറിച്ച് ഞാൻ സംസാരിച്ചു. വളരെ രസകരമായതും ഉപയോഗപ്രദവുമായിരുന്ന പരിപാടിയായിരുന്നു ഇത്. ഏറ്റവും മികച്ച അവതരണങ്ങൾക്കോ സമ്മാനമുണ്ടായിരുന്നു. സ്കൂൾ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വിലപ്പെട്ട അനുഭവമായി ഞാൻ ഇതിനെ കാണുന്നു. ലഘു കുറിപ്പാണ്, വളരെ ലഘു അല്ലേ? വളരെ ലഘുവായിട്ടുള്ള ഒരു കുറിപ്പാണിത്, പക്ഷെ നല്ലൊരു പ്രവർത്തനാണിത്. ഇത് നിങ്ങളുടെ സ്കൂളിലും ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് പറയാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാലോ എന്നൊക്കെ കേട്ടോ. അപ്പോ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞാല് നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനത്തെ കുറിച്ച് എഴുതാം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം നിങ്ങളുടെ സ്കൂളിൽ നടന്നതാണ് എന്ന് വിചാരിച്ച് അങ്ങ് എഴുതാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഏത് എഴുത്തുകാരനെയാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാല് അദ്ദേഹത്തിന്റെ 1-2 കൃതികളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ എഴുതണം. കഥാകൃത്തിനെ മാത്രമല്ല കവികളെ എഴുതാം. ONV കുറുപ്പിനെ ആണെങ്കിൽ ഒരുപാട് കവിതകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, പുസ്തകങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് എഴുതാം.
ോ അതൊക്കെ നിങ്ങളുടെ മനസ്സിലെ ഐഡിയ പോലെയാണ്. എന്തായാലും ഇതൊരു ചോദ്യമായിട്ട് ഇതൊരു മാതൃകാ ചോദ്യമായിട്ട് കണക്കാക്കാം. ഇതുപോലെയാണ് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. സുഖമായിട്ട് എ ഗ്രേഡ് വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യം അല്ലേ? അപ്പൊ മക്കള് കമന്റ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോരുത് കേട്ടാ. അപ്പൊ അടിപൊളിയായിട്ട് പോയി പരീക്ഷയൊക്കെ എഴുതിക്കോളൂ. ഇനിയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടും മെഗാ മാരത്തോണുമായിട്ടും മിനി മാരത്തോണുമായിട്ടും ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ടാറ്റാ, ബൈ ബൈ, സീ യു.